ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾക്ക് ലോങ് ടൈമിലേക്കൊക്കെ പല പല ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ SIP ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കെയർ കമ്പനിയെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മളിവിടെ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടികളോ പ്രോമിസുകളോ നൽകുന്നില്ല. നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്കും അറിയാൻ താല്പര്യമുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും കാര്യങ്ങളും എല്ലാം അവിടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ 850 കോടിയുടെ നിക്ഷേപം നടത്തുന്ന ഒരു ഹെൽത്ത് കെയർ കമ്പനിയെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വലിയ നിക്ഷേപം നടത്തുമെന്നാണ് ഈ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 850 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തുക. ഇന്ത്യയിലും GCC രാജ്യങ്ങളിലുമായി ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, ഫാർമസികൾ, ഡയഗ്നോസ്റ്റിക്സ് ലാബുകൾ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ് ഇത്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ എന്ന കമ്പനിയെ പറ്റിയാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കമ്പനിയുടെ പേര് ഒന്നുകൂടെ പറയാം, ആസ്റ്റർ DM ഹെൽത്ത് കെയർ. കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ മറന്നുപോയി. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അപ്പം നമുക്ക് 3 പ്രീമിയം ചാനലുകളുണ്ട്. ഒന്ന് അഡ്വാൻസ്ഡ് ചാനൽ ഗ്രൂപ്പ് 1. അതിൽ നമ്മൾ ഇൻട്രാഡേ ബേസിൽ സ്റ്റോക്ക് ഓപ്ഷൻ, ഇൻഡെക്സ് ഓപ്ഷൻ, ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ, സ്വിംഗ് കോൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം, ലോങ് ടൈം, ETF ഇത്രയും സംഭവങ്ങളാണ് കൊടുക്കുന്നത്. അതുപോലെ ഇൻട്രാഡേ ഓപ്ഷൻസ് താല്പര്യമില്ലാത്തവർക്ക് സ്വിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം, ലോങ് ടൈം, ETF ഇതിനു വേണ്ടി ഒരു സ്വിംഗ് ആൻഡ് ലോങ് ചാനൽ, പ്രീമിയം ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഫ്യൂച്ചർ ചാനലുണ്ട്. അതായത് ഫ്യൂച്ചർ ബൈയിങ്, സെല്ലിങ്, ഹെഡ്ജിങ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ചാനൽ. ഇങ്ങനെ 3 പ്രീമിയം ചാനലുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഫ്രീ ചാനൽ ജോയിൻ ചെയ്താൽ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് എൻക്വയറി എടുക്കാൻ 3 അഡ്മിൻസിൻ്റെ ലിങ്ക് അവിടെയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം പ്രീമിയം സർവീസ് എടുത്താൽ മതി. അല്ലാത്തവർക്ക് ഫ്രീ ചാനലിൽ തുടരാം. പ്രീമിയം സർവീസ് എടുക്കേണ്ടവർക്ക് ആ അഡ്മിൻസിൻ്റെ ലിങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കുക. കാരണം ഒരുപാട് ഫേക്ക് ചാനലുകളൊക്കെ ഉള്ളതുകൊണ്ട് പ്രീമിയം ചാനലിൽ ജോയിൻ ചെയ്യാൻ 3 ലിങ്ക് നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഫ്രീ ചാനലിലുണ്ട്. ആ ലിങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് അഡ്മിൻസിനോട് എൻക്വയറി എടുക്കുക കേട്ടോ. അപ്പം നമ്മളിന്ന് പറയുന്ന കമ്പനിയുടെ പേര് ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലെ 15 നഗരങ്ങളിൽ ഈ കമ്പനിക്ക് സാന്നിധ്യമുണ്ട്. ഇത്തരത്തിൽ ആകെ 19 ഹോസ്പിറ്റലുകളിലായി ആകെ 5128 ബെഡുകളാണുള്ളത്. ഇത് കൂടാതെ 13 ക്ലിനിക്കുകൾ, 254 ലബോറട്ടറികൾ, പേഷ്യൻ്റ് എക്സ്പീരിയൻസ് സെൻ്ററുകൾ, 203 ഫാർമസികൾ എന്നിവയും ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് 20,720 കോടി രൂപയും ഓഹരി വില 435 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമ്പനി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. നല്ല നല്ല അവസരങ്ങളിൽ പല പല ഘട്ടങ്ങളായിട്ട് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, പല പല ഘട്ടങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാം നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ഉപദേശപ്രകാരം മാത്രം ചെയ്യുക.
നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. നിലവിൽ കേരളത്തിൽ 7 ഹോസ്പിറ്റലുകളാണ് ആസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും ഹോസ്പിറ്റലുകളിൽ 2635 ബെഡുകളാണുള്ളത്. കമ്പനിയുടെ വരുമാനത്തിൻ്റെ 53% ഇത്തരത്തിലാണ് ലഭിക്കുന്നത്. 2027 സാമ്പത്തിക വർഷത്തോടെ കേരളത്തിലെ ആകെ ബെഡുകളുടെ എണ്ണം 3453 വർദ്ധിപ്പിക്കാൻ ആസ്റ്റർ ലക്ഷ്യമിടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 വർഷത്തിനുള്ളിൽ 850 കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനം, മെഡിക്കൽ സേവനങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും എന്നാണ് കമ്പനി കരുതുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ 500 കോടി രൂപയുടെ നിക്ഷേപം കമ്പനി ഓൾറെഡി നടത്തിയിട്ടുണ്ട്. പുതിയ നിക്ഷേപം സംബന്ധിച്ച് 2025 കേരള ഗ്ലോബൽ സമ്മിറ്റിലാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപകനും ചെയർമാനുമായ ആസാദ് മൂപ്പൻ ഈ പ്രഖ്യാപനം നടത്തിയത്. ഹെൽത്ത് കെയർ ഇന്നവേഷൻ, ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യത എന്നിവ സംബന്ധിച്ച് വലിയ സാധ്യതകളാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. കമ്പനിയുടെ ശേഷി വികസനത്തിലൂടെ അധികമായി 4200 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കമ്പനി ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ ചർച്ച ചെയ്യുക. നന്നായി പഠിക്കുക, അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.